അല്ലെങ്കിൽ ഇറ്റ് ഡോൺഡ് അപ്പോൺ മീ, അപ്പോൾ ഒടുവിൽ എനിക്ക് ആ കാര്യം മനസ്സിലായി. ദാറ്റ് ദിസ് ഡ്വാർഫ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ്സ് സ്റ്റാൻഡ് ഇൻ ആൻഡ് ഹി വിൽ ഓൾസോ ഗെറ്റ് മണി. ഈ പട്ടിയുടെ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്നതിന് അവനും ചെറിയൊരു സംഖ്യ കിട്ടും. ആൻഡ് ആക്ച്വലി ദിസ് ഡ്യൂപ്പ് വാസ് ദ സെർവൻറ്റ് ഓഫ് ദാറ്റ് ഡോഗ്. ആ പട്ടിയുടെ പരിചാരകനാണ് സത്യത്തിൽ ഈ മനുഷ്യൻ. അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല പട്ടികൾക്കും ഹോളിവുഡിൽ ഡ്യൂപ്പുണ്ട്. പാര 5. Every animal in a Hollywood film is well trained. അതവിടെ കഴിഞ്ഞു കേട്ടോ. മറ്റൊരു ഭാഗമാണ് ചോദിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അടുത്ത് വരുന്നത്. Every animal in a Hollywood film is well trained. ഹോളിവുഡ് ഫിലിമിൽ കാണുന്ന ഏതു മൃഗവും ഏറെ പരിശീലനം ലഭിച്ചവയാണ്, വെൽ ട്രെയിൻഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. എന്നാൽ മനുഷ്യരുമായി സഹവസിക്കുന്ന ഡൊമസ്റ്റിക് അനിമൽസായ ഹോഴ്സിനെയോ ഡോഗിനെയോ പ്രാക്ടീസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിനിങ് റാവൻസ്? എന്നാൽ നിങ്ങൾ ഈ അത്ഭുത വാർത്ത കേട്ടിട്ടുണ്ടോ? റാവൻസ് എന്ന പക്ഷികളെ, റാവൻ കണ്ടോളൂ, റാവൻ എ ബ്ലാക്ക് ബേർഡ് having the shape of crow. കാക്കയുടെ രൂപത്തിലുള്ള, കാക്കയെപ്പോലുള്ള അല്പം കൂടി വലുപ്പമുള്ള ഒരു പക്ഷി, റാവൻസ്. അമേരിക്കയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പക്ഷി റാവൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷികളെ പരിശീലിപ്പിച്ചത്? ഇത്തരത്തിൽപ്പെട്ട നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ കുറേ കാക്കകളെ പരിശീലിപ്പിച്ചിട്ട് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന്? ഇഫ് വി ക്യാൻ ഡു ഇറ്റ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്കത് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് എ ക്രോ കനോട്ട് ബി ട്രെയിൻഡ് as such a raven cannot be trained. But it happened at America in Hollywood. എന്നാൽ അമേരിക്കയിലെ ഹോളിവുഡിൽ അതും സംഭവിച്ചു, റാവൻസിനെ പരിശീലിപ്പിച്ചു. ബട്ട് യു ഹാവ് അവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? നോട്ട് ജസ്റ്റ് 1 or 2, 1 or 2 അല്ല, ബട്ട് നിയർലി 100 ഓഫ് ദം, നൂറുകണക്കിന്, നിയർലി 100 ഓഫ് ദം, നൂറുകണക്കിന് പക്ഷികളെ. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇതും ഹോളിവുഡിൽ സാധ്യമാണ്. വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, സിനിമാ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന സുപ്രശസ്ത വ്യക്തിയായ, പരീക്ഷകളുടെ ചോദ്യമാണത്, നോക്കണേ. ആ വ്യക്തിയുടെ പേര് പറയുന്നത് കൂടി ശ്രദ്ധിച്ചു വെക്കുക. ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ALFRED HITCHCOCK. ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന ഹോളിവുഡ് ഫിലിംസിൻ്റെ ആ തലതൊട്ടപ്പനാണ് ഈ സാഹസം പ്രകടിപ്പിച്ചത്. നോക്കൂ. വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓർ ദി ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമാ ചരിത്രത്തിലെ സസ്പെൻസ് ഫിലിംസിൻ്റെ അതിനായകനായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. പക്ഷികൾ എന്ന് പേരിട്ട ഒരു പടമെടുത്തു. ഇൻ ദ സ്റ്റോറി, ആ സിനിമയിൽ, അതിൻ്റെ കഥയിൽ, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിങ് ഹ്യൂമൻസ്. ഇങ്ങനെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. തേള് വന്ന് ആക്രമിക്കുന്നത്, പാമ്പുകൾ കൂട്ടം കൂട്ടമായി ആക്രമിക്കുന്നത്, മമ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ ആ സിനിമയൊക്കെ. അതേപോലെ ഇവിടെ ഇതാ നൂറുകണക്കിന് റാവൻസ് വന്നിട്ട് മനുഷ്യനെ കൊത്തിവലിക്കുന്ന, കഴുകനാണെങ്കിൽ ഇറ്റ്സ്, ഹോക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇവിടെ റാവൻസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അവർ വന്നിട്ടൊരു മനുഷ്യനെ ആക്രമിക്കുന്ന രംഗം. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. അദ്ദേഹത്തിന് ഒരു കൂട്ടം വൈവിധ്യമാർന്ന പക്ഷികൾ വേണം. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടിയിരുന്നത് റാവൻസാണ്. കാക്കയുടെ രൂപമുള്ള ഈ പക്ഷികളെയാണ്.
Perhaps he may be in need of parrots or peacocks and other birds. But mostly he was in need of hundreds of ravens. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം പരിശീലനം നൽകാൻ കഴിയാത്ത, മനുഷ്യനുമായി സഹവാസമില്ലാത്ത റാവൻസിനെയായിരുന്നു. അവരല്ലേ മനുഷ്യനെ ആക്രമിക്കുള്ളൂ. അതുകൊണ്ട് ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി. വേരിയസ് എന്ന വാക്കിൽ നിന്നുണ്ടാവുന്നു വെറൈറ്റി, വൈവിധ്യം. വേരി എന്നാണ് വാക്ക്, VARY, വേരി, വ്യത്യാസപ്പെടുക. വേരിയസ്, വൈവിധ്യമുള്ള, വൈവിധ്യം, വെറൈറ്റി ഓഫ് ബേർഡ്സ്. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് വാസ് റാവൻസ്. പല പക്ഷികളെ വേണം, പക്ഷേ റാവൻസ് അധികമായി വേണം. നോട്ടീസസ് വർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് all over the United States, and he put notice all over United Nations. ആ അമേരിക്കൻ ഐക്യനാടുകളിലാകെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാകെ അദ്ദേഹം പരസ്യം നൽകി. എന്താണ് പരസ്യം കൊടുത്തത്? ആസ്കിങ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. ആരുടെയെങ്കിലും കയ്യിൽ പരിശീലനം സിദ്ധിച്ചവർ പരിശീലിപ്പിക്കുന്ന റാവൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിശീലനം കൊടുത്ത റാവൻസിനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പത്രപരസ്യം നൽകി. നോക്കൂ, ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് ravens. Notices were placed in the press all over the United States. അമേരിക്കൻ ഐക്യനാടുകളിലാകെ പരസ്യം കൊടുത്തു. ആസ്കിങ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ. ഹീസ് ദ ഫിലിം മേക്കർ. ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഈസ് ദ ഫിലിം മേക്കർ. അദ്ദേഹമാണ് ആ എടുക്കുന്നത്. ആ അദ്ദേഹത്തെ ബന്ധപ്പെടാനായിട്ട്, അദ്ദേഹത്തിനെ അറിയിക്കാനായിട്ട് വെദർ ദേ കുഡ് പ്രൊവൈഡ് ട്രെയിൻഡ് റാവൻസ്, പരിശീലനം ലഭിച്ച റാവൻസിനെ കൊടുക്കാമോ എന്ന്. Someone replied within a few days. അത്ഭുതം, കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആരോ അറിയിച്ചു, മറുപടി കൊടുത്തു. He was asked to bring his birds. ഹിച്ച്കോക്ക് പറഞ്ഞു, ശരി കൊണ്ടുവരൂ, എങ്ങനെയെങ്കിലും അതിനിവിടെ എത്തിക്കുമെന്ന്. And he arrived to almost 100 trained ravens. 100ഓളം പരിശീലനം ലഭിച്ച, അദ്ദേഹം പരിശീലിപ്പിച്ച ഈ റാവൻസുമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ആ പക്ഷി പരിശീലകൻ എത്തിയിരിക്കുന്നത്. അഡ്മിറ്റഡ്ലി, സമ്മതിച്ചേ പറ്റുള്ളൂ. അംഗീകരിക്കുക, സമ്മതിക്കുക. അഡ്മിറ്റഡ്ലി ദ ട്രെയിനിങ് ഹാഡ് നോട്ട് ഗോൺ വെരി ബാഡ്. വളരെ നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ തീർച്ചയായിട്ടും പറയാം, നിസ്സംശയം പറയാം, വളരെ മോശമല്ല. നോട്ട് വെരി ബാഡ്, ദാറ്റ് മീൻസ് സംവാട്ട് ഗുഡ്. തീർച്ചയായിട്ടും സമ്മതിച്ചേ പറ്റുള്ളൂ. ആ പരിശീലകൻ ആ റാവൻസിനെ വളരെ നന്നായിട്ട് പരിശീലിപ്പിച്ചിട്ടുണ്ടെന്ന്. ദാറ്റ്സ് ടു സേ, പറയാൻ കാരണം ഇതാണ്, ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആസ് എക്സ്ട്രാഓർഡിനറി. ഈ ഡോഗ് ചെയ്യും പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഹോഴ്സ് ചെയ്യും പോലെയോ അത്ര കൃത്യമായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കാനും അല്ലെങ്കിൽ ഓടാൻ പറഞ്ഞാൽ ഓടാനും ഒന്നും പറ്റില്ലെങ്കിലും, ഈവൻ ദീസ് ലിറ്റിൽ ബേർഡ്സ് കുഡ് ഡു സ്ട്രേഞ്ച് തിങ്സ്, അമേസിങ് തിങ്സ്. ഈ കൊച്ചു പക്ഷികൾക്കും, അത് കൊച്ചു പക്ഷികളെന്ന് മാഷ് പറയാൻ കാരണം, ഈ വലിയ മൃഗങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത്രത്തോളം ബുദ്ധിയില്ലാത്ത ഈ പറവകൾക്ക് പോലും എന്തൊക്കെയോ ചെയ്യാൻ സാധിച്ചു. എക്സ്ട്രാ ഓർഡിനറി, സാധാരണമായിട്ട്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഇറ്റ്, എക്സ്ട്രാ ഓർഡിനറി, നോട്ട് അറ്റ് ഓർഡിനറി, സംതിങ് എക്സ്ട്രാ ദെൻ ഓർഡിനറി, സാധാരണത്തെക്കാൾ ഏറെ കൂടുതലായിട്ട്. ബട്ട് ഇഫ് ആസ് മെനി ആസ് 50 ravens ആർ ടോൾഡ് ടു perch quietly in a row. കാരണം ഇതാണ്, ഈ 50ഓളം പക്ഷികളെ പേർച്ച് ചെയ്യുക, പഠിപ്പിച്ച വാക്കാണ് പേർച്ച്, ചേക്കേറുക, പേർച്ച്. ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ആ വാക്ക് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പക്ഷികൾ ഒന്നായിട്ട് പറന്നു പോയിട്ട് ഒരു പ്രത്യേക കൊമ്പിലിരിക്കണം, പ്രത്യേക ദിശയിലിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ക്വയറ്റ്ലി ഇൻ എ റോ, ഒരു നിരയായിട്ടിരിക്കണം. ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട്, പ്രത്യേകം ഒരുക്കി കൊടുത്ത ഒരു സങ്കേതത്തിൽ. ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റൻ്റ്ലി, isn't that pretty impressive? When the director said so, when the trained man said so, or when the trained man ordered them to do so, without doubt, without hesitation, ഒരു സംശയമില്ലാതെ, ഒരു മടിയും കൂടാതെ, immediately they responded.
ആ പക്ഷികൾ പ്രതികരിച്ചു. ദേ ബിഗൻ ടു ഫ്ലൈ ആൻഡ് ദേ ഫ്ലൂ ആൻഡ് ദേ സാറ്റ് ഓർ ദേ പേർച്ച് അറ്റ് ദ സ്പെസിഫൈഡ് സ്പോട്ട്. അവർ പറഞ്ഞ സ്ഥലത്ത് ദിക്കിൽ പോയി ഇരുന്നു. ദാറ്റ് ഈസ് ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. ഇപ്പോഴും മനസ്സിലായി അത് തികച്ചും പരിശീലനം ലഭിച്ചവയാണെന്ന്. സോ ദിസ് ഈസ് ദ സ്ട്രേഞ്ച് തിങ് ദാറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഹോളിവുഡ്. ഹോളിവുഡിൽ മാത്രം നടക്കുന്നതാണിത്. ദാറ്റ് മീൻസ് ക്വൈറ്റ് ഇമ്പോസിബിൾ, തികച്ചും അസാധ്യമാണ്. മേക്ക് ദ ബേർഡ്സ് ആക്ട്, പക്ഷികളെ കൊണ്ട് അഭിനയിപ്പിക്കുക. സിനിമയിലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ കാണാറുണ്ട് ചില പക്ഷികളൊക്കെ, അല്ലെങ്കിൽ ഈ കൈ നോക്കുന്നവരുടെ അടുത്തൊക്കെ തത്തകളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ദാറ്റ് ഈസ് ജസ്റ്റ് ഇമിറ്റേഷൻ ആൻഡ് ഇമിറ്റേഷൻ ആൻഡ് ഇമിറ്റേഷൻ. ഇതങ്ങനെയല്ല. നോട്ട് ടു വൺ ബട്ട് ഹൺഡ്രഡ്സ്, ഒന്നല്ല നൂറുകണക്കിനാണ്. ആൻഡ് വെൻ ദ ഡയറക്ടർ ഓർഡേർഡ് ഓർ വെൻ ദ ഡയറക്ടർ സജസ്റ്റഡ് ദ ട്രെയിനർ ഡിമാൻഡ് ദ ബേർഡ്സ് to do what the director said, and very happily that means when the acting was seen, ആ പ്രകടനം കാണാനിടയായപ്പോൾ even the director was happy. ആ ഡയറക്ടർക്ക് പോലും ആൽഫ്രഡ് ഹിച്ച്കോക്കിന് പോലും സന്തോഷം തോന്നി. അത്ഭുതകരമായ കാര്യമല്ലേ ഇത്? സെവൻത് പേര, needless to say, in our own country it is not at all easy to find trained animals. ഇനി സത്യജിത് റേ പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണ്. ആൻഡ് ഹി വാണ്ടഡ് ടു മേക്ക് എ ഫിലിം. അദ്ദേഹത്തിന് ഒരു പടം എടുക്കണം യൂസിങ് സം സോർട്ട് ഓഫ് അനിമൽസ്, മൃഗങ്ങളെ വെച്ചുകൊണ്ട്. ആൻഡ് ഹി സേസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഐ നോ, എനിക്കറിയാം വളരെ ബുദ്ധിമുട്ടാണെന്ന്. ബട്ട് ഹി വാണ്ടഡ് ടു ഡു ദാറ്റ്. പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്തേ പറ്റുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. ഇത് ഒട്ടും എളുപ്പമല്ല എന്നെനിക്കറിയാം. ടു ഫൈൻഡ് ട്രെയിൻഡ് അനിമൽസ്. നമ്മുടെ നാട്ടിൽ പരിശീലനം ലഭിച്ച മൃഗങ്ങളെ കിട്ടാനില്ല. ഓൾദോ സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ്, അക്കാലത്ത് അല്ലെങ്കിൽ അതിനിടയിൽ ബോംബെയിലും മദ്രാസിലുമൊക്കെ ചില സിനിമകൾ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലിഫൻസ്. മാഷ് ആദ്യം സൂചിപ്പിച്ചു, ഹാത്തി മേര സാത്തി പോലുള്ള ഏറെ പടങ്ങളുണ്ട് കുതിരകളെ വെച്ചുള്ള. ഇപ്പം പഴശ്ശിരാജ മാതിരിയുള്ള, അല്ലെങ്കിൽ ആ കാലത്തെ ഝാൻസി റാണിയെ പരാമർശിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ശിവജിയെ പരാമർശിച്ചുകൊണ്ടുള്ള ഈ പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ, മഹാഭാരതത്തെ പറ്റി പരാമർശിച്ചുകൊണ്ട് പടമെടുക്കുമ്പോൾ ദർ ഇസ് ദ നീഡ് ഓഫ് സച്ച് എലിഫൻസ്, ഹോഴ്സസ് ആൻഡ് മേ ബി സം സോർട്ട് ഓഫ് കൗസ്, പശുക്കൾ, ഇങ്ങനെ ധാരാളം മൃഗങ്ങളെ വെച്ചുള്ള പടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, their performance did suggest that they were used to obeying commands. And in the film, when they are commanded, they can obey it. But in his film, a tiger, it has to do something itself. സ്വാഭാവികമായ ഒരു ടൈഗറിൻ്റെ പെരുമാറ്റം, അതിൻ്റെ നടത്തം, അതിൻ്റെ മുരൾച്ച, അതിൻ്റെ ലുക്ക് ഒക്കെ കിട്ടണം. ഹൗ ഇറ്റ് ക്യാൻ ബി കമാൻഡഡ്? ഇതെങ്ങനെയാ? ഇത് ആരോടാ പറയുക? എങ്ങനെ ഇതിനെ അപ്രകാരത്തിൽ കൊണ്ടുവരിക? ഹി വാണ്ടഡ് എ ടൈഗർ. ഹി വാണ്ടഡ് ടു ടേക്ക് എ ഷോട്ട് ഇൻ ഹിസ് ഫിലിം ബൈ യൂസിങ് എ ടൈഗർ. ആൻഡ് വേർ ഹി ക്യാൻ ഗെറ്റ് എ ട്രെയിൻഡ് ടൈഗർ? എവിടെ കിട്ടാനാണ് ഇങ്ങനെ പരിശീലനം ലഭിച്ച ഒരു കടുവയെ? നോക്കൂ, their performance did suggest that they were used to obeying means അനുസരിക്കുക, commands. In Bengal, it's something possible to find clever dogs. വേണമെങ്കിൽ ബംഗാളിൽ പോയാൽ സമർത്ഥരായ പട്ടികളെ കിട്ടും. പെർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ്, പ്രത്യേകിച്ചും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശീലിപ്പിച്ച പട്ടികളെ. വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്, അവ തികച്ചും ബുദ്ധിശാലികളാണ്. ഇഫ് വൺ ഈസ് prepared to be patient, it is not altogether impossible to get good performance out of them, as we managed to do with Bhulo in Pather Panchali. Pather Panchali, പാതയുടെ പാട്ട്. മംഗളയിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. പാതയുടെ പാട്ട് എന്ന എൻ്റെ പടത്തിൽ ഞാൻ അതിൽ ആ അപ്പു എന്ന കുട്ടി കഥാപാത്രത്തോടൊപ്പം പട്ടിയെ അഭിനയിപ്പിക്കുന്നുണ്ട്. And if the director is so patient, if the shooting is
വിത്ത് സച്ച് അറേഞ്ച്മെൻറ്റ്സ് ഇറ്റ് ഈസ് പോസിബിൾ. അതായത് വീണ്ടും വീണ്ടും ആ രംഗം എടുക്കാൻ സംവിധായകൻ തയ്യാറായാൽ ആ പട്ടിയെ കൊണ്ടത് ചെയ്യിക്കാം. വൈ? ബിക്കോസ് ദ ഡോഗ് വുഡ് നോട്ട് ബൈറ്റ് us, the dog would not attack us. But it is not the case of a tiger. And can we make a tiger obey? ഒരു ടൈഗർ എങ്ങനെ ഒബേ ചെയ്യിക്കാനാണ്? ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പ്രൊവോക്ഡ്, അതിനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ അറ്റാക്ക്, അത് ആക്രമിക്കും. ഇറ്റ് വിൽ കിൽ അസ്, അത് നമ്മളെ കൊന്നുകളയും. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഇമ്പോസിബിൾ. അതുകൊണ്ട് എനിക്ക് തോന്നി ഇത് അസാധ്യമാണെന്ന്. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻ്റ്, ക്ഷമാശീലത്തോടു കൂടി പട്ടികളൊക്കെ അഭിനയിപ്പിക്കാം. ഇറ്റ് ഈസ് നോട്ട് ആൾട്ടുഗദർ ഇമ്പോസിബിൾ, നോട്ട് ഇമ്പോസിബിൾ. അതുകൊണ്ട് പട്ടിയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത് അസാധ്യമല്ല. ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഔട്ട് ഓഫ് ദം ആസ് വി മാനേജ്ഡ് ടു ഡു വിത്ത് ബൂലോ ഇൻ പതേർ പാഞ്ചാലി. യെറ്റ് എന്നിട്ടും എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട്, നോട്ട് പോസിബിൾ ടു ഹാൻഡിൽ. ഒരു പട്ടിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ, ഹാൻഡിൽ, അത്രത്തോളം എളുപ്പമല്ല ഒരു ടൈഗറെ പരിപാലിക്കാൻ. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ tiger in a film? And we can do films very patiently by using dogs, by using horses, by using elephants, or by using birds. But it is not the case of such a silly thing. അത്തരം ഒരു നിസ്സാര കാര്യമല്ല. I wanted to shoot a film by using a tiger, a wild animal. ഒരു കാട്ടുമൃഗത്തിനെ, ഒരു ക്രൂര മൃഗത്തിനെ ഉപയോഗിച്ച് വേണം എനിക്ക് ഈ ഷൂട്ട് നടത്താനായിട്ട്. നോക്കൂ, വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. ഇതാണ് ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നം. വളരെ കടുപ്പമുള്ളതാണ്. വെൻ വി വർ ഷൂട്ടിംഗ് ഗൂപ്പി ഗൈൻ ബാഗ ബൈൻ. പടത്തിൻ്റെ പേരാണ് ഗൂപ്പി ഗൈൻ ബാഗ ബൈൻ. രണ്ടുപേരാണ് ഗൂപ്പിയും ബാഗയും. അവർ നാട് വിട്ട് ഓടിപ്പോയതോ അവരെ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചതോ ആയ ഒരു രംഗമാണ്. അവർ കാട്ടിലൂടെ അലഞ്ഞു തിരിയുന്ന രംഗമാണ്. അപ്രതീക്ഷിതമായിട്ട് അവരുടെ മുന്നിലേക്ക് ഒരു വനത്തിനുള്ളിൽ നിന്ന് ഒരു ടൈഗർ, സ്വാഭാവികമായിട്ടും ക്രൂരനായിരിക്കും, വിശന്ന് വലഞ്ഞ് ഇരയെ അന്വേഷിക്കുന്നതായിരിക്കും. അതിനെക്കൊണ്ട് എങ്ങനെ അഭിനയിപ്പിക്കാനാണ്? വരയ്ക്കാൻ കെറ്റിയ ടൈഗർ. പക്ഷെ എൻ്റെ രംഗം അതാണ്. കാട്ടിലൂടെ അലഞ്ഞു തിരിയുന്ന ഗൂബിക്കും ബാഗയ്ക്കും മുന്നിലേക്ക് ഒരു ടൈഗർ വരണം. വന്നിട്ട് അവരെ തൊടാതെ, കടിക്കാതെ, ആക്രമിക്കാതെ, കൊല്ലാൻ ശ്രമിക്കാതെ, അത് ഒരു സാധാരണ പൂച്ചയോ മറ്റോ തിരിച്ചു പോകും പോലെ തിരിച്ചു പോവുകയും വേണം. വെരി വെരി ഡേഞ്ചറസ് ആൻഡ് റിസ്കി ടാസ്ക്. വളരെ വളരെ അപകടകരമായ ഒരു ടാസ്ക്കാണത്. നോക്കൂ, ഇൻ ദ ഫിലിം ഗൂപ്പി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്. കണ്ട, രാജാവിനാൽ ബാനിഷ് ചെയ്യപ്പെട്ട, ബാനിഷ് പുറത്താക്കുക, വിലക്കുക, ബാനിഷ്. ബ്ലോക്ക് ഓർ സെൻഡ് ഔട്ട്, ഒന്നുകിൽ പുറത്താക്കുക അല്ലെങ്കിൽ തടയുക. ഇപ്പം പരീക്ഷയിൽ നിന്നൊക്കെ ബാനിഷ് ചെയ്യും, അതായത് അവരെ അതിൽ പങ്കെടുപ്പിക്കാതിരിക്കുക. ദാറ്റ് ഈസ് ബാനിഷ്, ബ്ലോക്ക് ഓർ സെൻഡ് ഔട്ട്. അപ്പം രാജാവ് ഇവനെ പുറത്താക്കിയതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പുറത്താക്കുക. ആരെ? അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ ഒരു പ്രജയെ. അവൻ്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗൂപ്പി. നമ്മൾ ഗോപി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഗൂപി എന്നാണ് പറഞ്ഞത്. ഹു ഈസ് ബാനിഷ്ഡ്, രാജാവിനാൽ വിലക്കപ്പെട്ടതാണ്. അതാണ് ബാനിഷ്ഡ് ബൈ ദി കിങ്. അപ്പം നമുക്ക് അങ്ങനെ അർത്ഥം കൊടുക്കാം. ബൈ ദ കിങ്, രാജാവ് അവനെ വിലക്കിയതാണ്. ആൻഡ് വണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് സെൻഡ് ഔട്ട് എന്ന അർത്ഥം കിട്ടും. പുറത്താക്കുക, രാജ്യത്തുനിന്ന് പുറത്താക്കിയാണ്. അവൻ കാട്ടിലൂടെ അലയുകയാണ്. മീറ്റ്സ് ബാഗ, ആ കാട്ടിൽ വെച്ചാണ് അവൻ ആ മറ്റൊരാളെ ബാഗയെ കാണുന്നത്. ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ് ആൻഡ് ഹി വാസ് ഓൾസോ ബാനിഷ്ഡ്. സോ ബോത്ത് ഓഫ് ദം വേർ ബാനിഷ്ഡ്. ആരൊക്കെ? ഈ ബാഗ എന്ന് പറയുന്ന ആളും ഗൂപ്പി എന്ന് പറയുന്ന ആളും വേർ, നോക്കൂ, ബാനിഷ്ഡ് ഫ്രം ദി
കൺട്രി. രണ്ട് കഥാപാത്രത്തെ ഓർപ്പിച്ചുള്ള ബാഘ ആൻഡ് ഗുപി. അവർ രാജാവ് നാട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. ആൻഡ് ദേ റീച്ച് ഇൻ ദ ഫോറസ്റ്റ്. അവർ വനത്തിലെത്തിയതാണ്. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അങ്ങനെ വനത്തിലൂടെ അലയുമ്പോൾ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി. രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് പോകുമ്പോൾ quite incidentally, unexpectedly, they reach in front of a tiger, and seeing the tiger, they got frozen. ആ ടൈഗറെ കണ്ടവർ മരവിച്ച് നിൽക്കുന്ന, പേടിച്ചു ഭയന്ന് നിൽക്കുന്ന ഒരു രംഗം. ദാറ്റ് ഹി വാണ്ടഡ് ടു ടേക്ക് ദ ഷോട്ട് ഓഫ്. അതാണ് അദ്ദേഹത്തിന് ചിത്രീകരിക്കേണ്ടിയിരുന്നത്. ആൻഡ് ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവിടെ ചോദിക്കും ഹൂ കുഡ് സി, ആരാണ് ടൈഗറെ കണ്ടത്? അപ്പോഴും ഉത്തരം അതാണ് മാഷ് എഴുതി വെച്ചത്. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ്. പക്ഷേ ഇറ്റ് മസ്റ്റ് നോട്ട് ഡു എനിത്തിങ്, ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് ക്യാൻ വി ഓർഡർ ഇറ്റ് ടു ദ ടൈഗർ? ഇത് ഒരു പട്ടിയോടോ അല്ലെങ്കിൽ ഒരു കുതിരയോടോ മറ്റോ പറയുന്ന മാതിരി ആജ്ഞാപിക്കാൻ പറ്റുമോ? ഇറ്റ്സ് എ ടൈഗർ, ഇറ്റ്സ് എ വൈൽഡ് ടൈഗർ. ഇനി നാട്ടിൽ വന്നാൽ പോലും ഇറ്റ്സ് എ നേച്ചർ ഈസ്, ഇറ്റ്സ് കൾച്ചർ ഈസ് വൈൽഡ്നെസ്. അത് കാടത്തം തന്നെയാണ് അതിൻ്റെ സ്വഭാവം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് വിതൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. അതായത് കണ്ടിട്ട് ഒരു നേരിയ ശ്രദ്ധ പോലും കൊടുക്കാതെ പോടാവില്ലേ എന്നുള്ള രീതിയിൽ മനുഷ്യനെ കണ്ടിട്ട് ഏതെങ്കിലും ടൈഗർ തിരിച്ചു പോകുമോ? ഹി വാണ്ടഡ് ടു ഗെറ്റ് ദാറ്റ്, ഹി വാണ്ടഡ് ടു ഡു ദാറ്റ് സീൻ. എ ടൈഗർ ബിഹേവ് ലൈക്ക് എ കാറ്റ്. ഒരു ടൈഗർ വന്നിട്ട് ഒരു കാറ്റിനെ പോലെ പെരുമാറുന്ന ഒരു രംഗം. ദാറ്റ് വാസ് ഇൻ ഹിസ് മൈൻഡ് ഇൻ ദാറ്റ് ഫിലിം. ഏത് ഫിലിമിൽ? ആയത് ഓടിപ്പോയ ബാഘയും ഗുപിയും. 9th പേര. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ, ആ രംഗവും ഓർത്തുകൊണ്ട് ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. എനിക്കതാണ് ലളിതമായിട്ട് ചെയ്ത് കിട്ടേണ്ടത്, അത് തന്നെ ചെയ്ത് കിട്ടണം. ബട്ട് വേർ ആർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? പക്ഷെ എവിടെ പോയിട്ടാണ് ഒരു ടൈഗറെ കിട്ടുക? The obvious thing to do was to look in a circus. The obvious thing. Here ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഒരേ ഒരു കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ചെയ്യാൻ പറ്റുന്ന കാര്യം? വി ഹാവ് ടു ഗെറ്റ് എ ടൈഗർ ഫ്രം എ സർക്കസ്. ഒരു സർക്കസ് കമ്പനിയിൽ പോയിട്ട് അവരോടൊരു ടൈഗർ ആവശ്യപ്പെടുക. സിൻസ് ദേ വർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് അനിമൽസ്. കാരണം സ്വാഭാവികമായിട്ടും സർക്കസ് കൂടാരത്തിൽ ഇങ്ങനെ പരിശീലനം ലഭിച്ച കടുവകൾ ഉണ്ടാകുമല്ലോ, എങ്ങനെയെങ്കിലും പരിശീലനം ലഭിച്ചവ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ആ ചിന്തയുടെ ഫലമായിട്ട്, അതാണ് ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ഫ്രേസാണ് പഠിച്ചു വെക്കുക. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, അതിൻ്റെ ആ ചിന്തയുടെ തുടർച്ചയായിട്ട് വൺ കോൾഡ് ഭാരത് സർക്കസ്. ഞങ്ങൾ ഒരാൾ ഭാരത് സർക്കസിലേക്ക് വിളിച്ചു ചോദിച്ചു. വാസ് വിസിറ്റിംഗ് കൽക്കട്ട. അക്കാലത്ത് ആ സമയത്ത് കൽക്കട്ടയിൽ സന്ദർശനം നടത്തുന്ന അല്ലെങ്കിൽ കളി നടത്തിക്കൊണ്ടിരുന്ന സർക്കസ്കാരോട് വിളിച്ചു ചോദിച്ചു, ഭാരത് സർക്കസിനോട്. അറ്റ് ദ ടൈം ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. കൽക്കത്തയിലെ മാർക്കസ് സ്ക്വയർ എന്ന സ്ഥലത്ത് അവർ തമ്പടിച്ചിരിക്കുന്നു. ആര്? ഭാരത് സർക്കസ്. വി സെൻഡ് സമൺ ടു മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ഇറ്റ്സ് തമിഴ് മാനേജർ. ഞങ്ങൾ അതിൻ്റെ മാനേജർ ഒരു തമിഴനാണ്, ആ തമിഴനുമായിട്ട് സംസാരിക്കാൻ ചെന്നു. ആൻഡ് ദെൻ വെൻറ്റ് ടു മീറ്റ് ഹിം വൺ മോർണിംഗ്. ഒരു പ്രഭാതത്തിൽ അദ്ദേഹത്തിനോട് അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു. ഒരു പ്രഭാതത്തിൽ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ വേണ്ടി അവിടെ എത്തുന്നു. ഈ ഗ്രേറ്റഡ് ആസ് വാംലി. അദ്ദേഹം ഞങ്ങളെ ഊഷ്മളമായി സ്വീകരിക്കുന്നു. വാംലി മീൻസ് ഹേർട്ടിലി, ഹൃദയംഗമായി സ്വീകരിക്കുന്നു. ആൻഡ് ഓർഡേർഡ് സൗത്ത് ഇന്ത്യൻ കോഫി. നോക്കൂ, കൽക്കട്ടയിലാണെങ്കിലും ഇതാ തെക്കേന്ത്യൻ മാനേജറായതുകൊണ്ട്, തമിഴനായതുകൊണ്ട് ഞങ്ങളെ അദ്ദേഹം കാപ്പി നൽകി സ്വീകരിച്ചു. ഇന്ത്യൻ കോഫി നൽകി സ്വീകരിച്ചു. ഫോർ എസ് ദ മാനേജർ ഹിയർഡ് ദി റീസൺ ഫോർ അവർ വിസിറ്റ്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു എന്താണ് സന്ദർശന ഉദ്ദേശമെന്ന്. ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തോറ. പ്രധാനപ്പെട്ട കഥാപാത്രമാണ് തോറ. THORAT, തോറ. മിസ്റ്റർ തോറ. അദ്ദേഹം മിസ്റ്റർ തോറയ്ക്ക് ആളയച്ചു. ആരാണ് ഹി? ഹു ടെൻഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. അദ്ദേഹമാണ് മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ആള്, റിംഗ് മാസ്റ്റർ. One who
practices animals. Here Mr. Thora, ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അതാണ് അദ്ദേഹം, റിംഗ് മാസ്റ്ററാണ്, മൃഗത്തെ പരിശീലിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ ആളയച്ചു വരുത്തി. നോക്കൂ, for Mr. Thora, he turned out to be the ringmaster. He too was a South Indian. അദ്ദേഹം ഒരു തെക്കേന്ത്യക്കാരനാണ്. വെരി വെൽ ബിൽറ്റ്, നല്ല ബോഡി ഉള്ളവനാണ്, ശരീരമുള്ളവനാണ്, വെൽ ബിൽറ്റ് ബോഡിയാണ്. വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് നേപ്പാളി. കണ്ടാൽ നേപ്പാളിയാണെന്ന് തോന്നും, ബട്ട് ഹീ ഈസ് എ സൗത്ത് ഇന്ത്യൻ. ആൾ തെക്കേന്ത്യക്കാരനാണ്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. എൻ്റെ കാഴ്ചപ്പാട് 40 വയസ്സിൽ അധികമില്ല. എ സ്ട്രോങ് ബിൽറ്റ് മാൻ, നല്ല ശരീരഘടനയുള്ളൊരു മനുഷ്യൻ. ഹി ഷുഡ് ഹാസ് എൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം. അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടിൻ്റെ മുൻപിൽ അദ്ദേഹം ഒരു അടയാളം കാണിച്ചു തന്നു, വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. ഒരു കടുവ മാന്തിയതാണ് പോലും. ഏറെ വിവരിക്കാനില്ലാത്തത് കൊണ്ട് അത് വായിച്ച് പറഞ്ഞു പോകുന്നു. പാരഗ്രാഫ് 10. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന്. The shooting was taking place near Yuri in Birbhum. ബംഗാളിലെ ബീർഭൂം എന്ന സ്ഥലത്ത്, അവിടുത്തെ പ്രവിശ്യയായ ഗ്രാമപ്രദേശമായ യൂരിയിലാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബംബു ഗ്രോവ്. ആ രംഗത്ത്, ആ സിനിമയിൽ ആ രണ്ടുപേര്, പ്രത്യേകിച്ച് നമ്മൾ കണ്ടുവരേണ്ട ക്യാരക്ടേഴ്സ് ഗൂബി ആൻഡ് ബാഗ്, അവർ രണ്ടുപേരും അഭിനയിക്കുന്ന രംഗത്ത് ഞങ്ങൾക്കൊരു കടുവയെ വേണം. ആ കടുവ ബാംബു ഗ്രൂവ്. എന്താണ് ബാംബു ഗ്രൂവ്? മുളങ്കാട്. വേർഡ്സ്വർത്തിന്റെ പാഠത്തിൽ പഠിച്ചാണ് ഗ്രൂവ്. അത് ബാംബു ഗ്രൂവ് ഒക്കെയാണ്, ഇത് ബാംബു ഗ്രൂവ്. അങ്ങനെ ബാംബു ഗ്രൂവിൽ നിന്നും മുളങ്കാട്ടിൽ നിന്നും പുറത്തു വരുന്ന, ആ മുളക്കൂട്ടത്തിൽ നിന്നും മെല്ലെ പുറത്തു വരുന്ന ഒരു കടുവ. All the animals were required to do was come out of the bamboo grove into an open space, pace gently for a while.